തലസ്ഥാനത്ത് ബാറിലെ തർക്കത്തിനു പിന്നാലെ വീണ്ടും ക്രൂര കൊലപാതകമെന്ന വാർത്തയാണ് ആദ്യം. എള്ളുവിള സ്വദേശിയായ 24-കാരൻ രാഹുലാണ് കൊല്ലപ്പെട്ടത്. വാക്കുതർക്കത്തിനു പിന്നാലെ ഒരു സംഘം രാഹുലിനെ ആക്രമിച്ചെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. താക്കോൽ കൊണ്ട് വാരിയെല്ലിൽ കുത്തിയാണ് കൊലപ്പെടുത്തിയത്. 2 ദിവസം മുൻപും ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. കൊലപാതകത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഒരു 10-12 പേരുണ്ടായിരുന്നു കൂട്ടത്തിൽ. അതിപ്പോൾ ഞങ്ങളിവിടെ കടയൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് ഈ പ്രശ്നം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നിന്ന വേഷത്തിൽ തന്നെ ഇറങ്ങി നോക്കിയായിരുന്നു. അപ്പോൾ ഈ സംസാരങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആ പയ്യൻ ഷർട്ട് ഊരിയതിന് ശേഷമാണ് അതിൻ്റെ ഇതിൽ നിന്നൊരു ചെറിയ 10 വഴി ബ്ലഡ് ഇങ്ങനെ ലീക്കാവുന്നത് കണ്ട്. പിന്നെ അത് എവിടെ വെച്ചാണ് സംഭവിച്ചതെന്ന് അറിഞ്ഞോട്ടെ. പക്ഷേ ഇവിടെ തന്നെ ആയിരുന്നു തുടക്കം. ചെറിയൊരു ഹോൾ പോലെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ലൈവ് നേരിട്ട് കണ്ടതാണ്. ചെറുതായിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പയ്യൻ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. എന്നിട്ടും അവരോട് വഴക്കുണ്ടാക്കി. ആ ബ്ലഡ് ഒലിച്ച് വന്നുകൊണ്ടിരുന്ന സമയത്തും പയ്യൻ സ്പോട്ടിൽ തന്നെ ഉണ്ടായി. ലൈവായിട്ട് നിന്ന് അവരോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു. അതിന് ശേഷമാണ് അവനെന്തോ ബുദ്ധിമുട്ട് തോന്നി ആക്റ്റീവിൽ കയറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. തൊട്ടടുത്തുള്ള ഈ വെള്ളം കോളനിയിലുള്ളവർ കോട്ടപ്പുറം പനയം കൊണ്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഇവിടെയുള്ള നാട്ടുകാർ തൊട്ടടുത്തുള്ള ആൾക്കാരാണ് കൂടുതലും ഇവിടെ. സന്തുന സജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സന്തുന, ഗുഡ് മോർണിംഗ്. സന്തുന, എന്താണ് ഈ തർക്കത്തിന്റെ പ്രധാന കാരണം? വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. താക്കോൽ കൊണ്ട് അയാളെ കുത്തി വീഴ്ത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ്? ഗുഡ് മോർണിംഗ് അരുൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കിള്ളി പ്രദേശത്താണ്. കാട്ടാക്കട ജംഗ്ഷൻ എത്തുന്നതിന് കുറച്ച് മുൻപുള്ള ഒരു ചെറിയ ജംഗ്ഷനാണ് കിള്ളി. ഈ പ്രദേശത്ത് വെച്ചിട്ടാണ് 24 വയസ്സുകാരനായ രാഹുൽ ഇന്നലെ കുത്തേറ്റ് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് കത്തികൊണ്ട് അല്ല കുത്തിയത് എന്നുള്ളതാണ്. ഒരു താക്കോൽ ഉപയോഗിച്ച് നടത്തിയ കുത്തിലാണ് ഈ രാഹുൽ കൊലപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാം, വളരെ കുറച്ച് രക്തം മാത്രമാണ് ആ പ്രദേശത്ത് കിനിഞ്ഞ് കിടക്കുന്നത്. പക്ഷേ സാധാരണ ഒരാൾ കുത്തി കൊലപ്പെടുമ്പോൾ അത് നമുക്കറിയാം, വലിയ രീതിയിൽ രക്തമൊക്കെ ചൊരിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളോട് ഇവിടുത്തെ ദൃക്സാക്ഷി അത് കണ്ട ഒരു ചേട്ടനോട് രാവിലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, ഏതാണ്ടൊരു 4-5 പേര്, കുറച്ച് യുവാക്കൾ വന്നു. ഈ മരണപ്പെട്ട രാഹുലുമായി അവർ തർക്കമുണ്ടാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തർക്കമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർ വന്ന് അത് ഇടപെടുകയാണ്. നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാകാതെ പിരിഞ്ഞു പോകണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആ രാവിലെ റിപ്പോർട്ടർ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പോകും, ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കരുത് എന്ന് ഈ യുവാക്കളോടൊക്കെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. പക്ഷേ ഇവർ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉന്തും തള്ളും നടത്തുകയാണ്. പിന്നാലെ തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന ആരോ ഒരാൾ, അത് രാത്രി സമയമാണ്, ഏതാണ്ട് 10:45 കൂടിയാണ് ഈ തർക്കം ഇവിടെ ഉണ്ടാകുന്നത്. പെട്ടെന്ന് ആരോ ഒരാൾ ഈ രാഹുലിനെ കുത്തി പരിക്കേൽപ്പിക്കുകയാണ്. ആ സമയത്ത് രാഹുലിന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞ് വേദന അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം ഇട്ടിരുന്ന ടീഷർട്ട് ഊരി നോക്കിയപ്പോഴാണ് വാരിയലിന്റെ ഭാഗത്ത് ചെറിയൊരു മുറിവ്. അവിടെ നിന്ന് വലിയ രീതിയിലൊന്നും രക്തം വന്നില്ല എന്ന് കണ്ടുകൊണ്ട് നിന്ന ചേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വീണ്ടും ഈ കുത്തേറ്റിട്ട് കൂടി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് ചില അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിക്കുകയും രാഹുലിന്റെ ഒരു സുഹൃത്ത് തന്നെയാണ് വന്ന് അദ്ദേഹത്തെ ആക്റ്റീവയിൽ കയറ്റി തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അതിനുശേഷമാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അരുൺ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, 2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു തർക്കമുണ്ടായിരുന്നു. അതൊരു ബാറിന്റെ പരിസരത്ത് വെച്ച് നടന്ന തർക്കമായിരുന്നു. അതിനുശേഷം ആണ് ഇന്നലെ വീണ്ടും തർക്കമുണ്ടായത്. അങ്ങനെയാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന ചില യുവാക്കളോടൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവര് പറയുകയായിരുന്നു, ഇന്നലെ രാഹുൽ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. അങ്ങനെ രാഹുൽ മദ്യപിക്കുന്ന ആളാണ് എന്നൊന്നും തങ്ങൾക്ക് അറിയില്ല. അദ്ദേഹം ഇതിന് മുൻപും മദ്യപിച്ച് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി പോലീസിനെ അന്വേഷിക്കുന്നത് ബാറിലുണ്ടായ തർക്കം തന്നെയാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്ന അടക്കമുള്ള കാര്യമാണ്. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം നടക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു. സന്തുനയാണ് വിവരങ്ങൾ നൽകിയത്. കിള്ളിയിൽ നിന്നും. തത്സമയം നിർഭാഗ്യകരമായ സംഭവമാണ്. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ പാമ്പിനെ പിടിച്ച് കഴിയുന്നു. അതിനിടയിലാണ് ബാറിൽ നിന്ന് തർക്കമായിട്ട് പുറത്തേക്ക് വന്ന് താക്കോൽ കൊണ്ട് കുത്തിക്കൊല്ലുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നത്. മനുഷ്യൻ അടങ്ങി ഒടുങ്ങി വീട്ടിലിരുന്നൂടെ എന്നുള്ളതാണ്.